എല്ലാവർക്കും നമസ്തേ. ഇന്ന് തിരുവനന്തപുരത്ത് ഉണ്ടായ സംഭവങ്ങൾ കേരളത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ദിശാസൂചികയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം മറ്റൊന്നുമല്ല, നേരത്തെ എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട് കരിമണൽ കർത്തായുടെ കമ്പനിയിൽ നിന്നുള്ള കൈക്കൂലി കേസുമായിട്ട് ബന്ധപ്പെട്ട് ED പിണറായി വിജയൻ്റെ വീട്, കരിമണൽ കർത്തായുടെ വീട്, ഓഫീസ്, പിണറായിയുടെ മരുമകനും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിൻ്റെ വീട് ഉൾപ്പെടെ ബാംഗ്ലൂരിലെ ഓഫീസുകൾ ഉൾപ്പെടെ 12 റെയ്ഡ് നടത്തി. റെയ്ഡ് പുലർച്ചെ തുടങ്ങി. കേന്ദ്ര സേനയുടെ ഉദ്യോഗസ്ഥരും അവർക്ക് സുരക്ഷ ഒരുക്കി ഒപ്പമുണ്ടായിരുന്നു. ഒപ്പം കേരള പോലീസും അവിടെ സന്നിഹിതരായിരുന്നു. ഇവിടമെല്ലാം നടന്നത് ഒരു സംഘർഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് CPM നടത്തിയത്. തിരുവനന്തപുരത്തേത് എന്നാൽ ആകെ അക്രമത്തിലേക്ക് മാറുകയാണ് ഉണ്ടായത്. റെയ്ഡ് നടത്തി ഇറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കൊല്ലാനുള്ള ശ്രമമാണ് അവിടെ നടന്നത്. ഇതിന് ആക്രമണത്തിന് ആഹ്വാനം കൊടുത്തത് ആരൊക്കെയാണെന്നുള്ളതാണ് ഏറ്റവും രസകരം. ആഹ്വാനം കൊടുത്തതും പിണറായി വിജയൻ ആഹ്വാനം നൽകി, ആക്രമണത്തിന് ആഹ്വാനം നൽകി. അദ്ദേഹം പരോക്ഷമായിട്ടാണ് ആഹ്വാനം നൽകിയത്. നമുക്കറിയാമല്ലോ, ഈ അദ്ദേഹത്തിനെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ചവരെ അടിച്ച് കൊല്ലാൻ വധിക്കാൻ ശ്രമിച്ചത്, തല്ലിക്കൊല്ലാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥരെ അവർ രക്ഷാപ്രവർത്തനമാണ് നടത്തിയത് എന്ന് പറഞ്ഞ് അവർക്ക് പ്രോത്സാഹനം നൽകുമായിരുന്നു. അതും ഇൻഡയറക്റ്റായിട്ട്, പരോക്ഷമായിട്ടാണ് അവർക്ക് അതിനുള്ള അനുവാദം കൊടുത്തത് എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടാണ് ഇന്ന് റെയ്ഡ് കഴിഞ്ഞ് ഉടനെ പിണറായി വിജയൻ പ്രവർത്തകർക്ക് പരോക്ഷമായി അക്രമത്തിന് ആഹ്വാനം നൽകുകയായിരുന്നു. ഇത് കേട്ട പാതി, ഇത് കേൾക്കാത്ത പാതി ഈ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുൻ മന്ത്രിമാരായ ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, VK പ്രശാന്ത്, ഇതേപോലുള്ള ഇതിൻ്റെ ഉന്നത നേതാക്കന്മാരെല്ലാം കൂടെ ചേർന്ന് അവരുടെ നേതൃത്വത്തിൽ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ ആക്രമിക്കുകയായിരുന്നാണ് ഉണ്ടായത്. ആക്രമണത്തിൽ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു, പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു, കാറുകളെല്ലാം അടിച്ചു തകർത്തു. ഇത് അവർ നൽകുന്ന സൂചന, തങ്ങളുടെ പാർട്ടി നേതാക്കൾ എന്തഴിമതി കാണിച്ചാലും അവർക്കെതിരെ അന്വേഷണം നടത്തിയാൽ ഞങ്ങൾ അത് അക്രമത്തിൽ കൂടി അടിച്ചൊതുക്കും, നാട്ടിൽ കലാപം ഉണ്ടാക്കും എന്നുള്ള ഒരു സൂചനയാണ് നമ്മൾക്ക് തരുന്നത്. ഏറ്റവും രസകരമായ വസ്തുത അതല്ല, ഈ കേരള പോലീസ് എന്താണ് ചെയ്തത്? അവർ ഇതിന് മൗനാനുവാദം നൽകുന്ന രീതിയിലാണ് അവരുടെ നിലപാട് സ്വീകരിച്ചത്. അത് നമുക്ക് നൽകുന്ന വ്യക്തമായ സന്ദേശം, കേരള പോലീസിൽ ഇപ്പോഴും CPM ഗുണ്ടകൾ ഇപ്പോഴും ഉണ്ട്. അവർ CPMൻ്റെ ഏത് ഒരു ആജ്ഞയെയും ശിരസാവഹിക്കാൻ അവർ ഇപ്പോഴും സന്നിഹിതരായി നിൽക്കുന്നു എന്നാണ് നമ്മൾക്കിതിൽ നിന്ന് നമുക്ക് അവരുടെ നടപടികൾ കാണിച്ചു തരുന്നത്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ്. അവരാണ് ക്രമസമാധാനം പാലിക്കേണ്ടത്. ED ഉദ്യോഗസ്ഥർ വന്നു, അവിടെ അക്രമത്തിന് തയ്യാറായി CPM നേതാക്കൾ ഉൾപ്പെടെയുള്ള MA ബേബി ഉൾപ്പെടെയുള്ളവർ, MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ അവിടെ അക്രമം നടത്താൻ തയ്യാറായി വന്ന് നിൽക്കുന്നു എന്ന് അറിഞ്ഞിട്ടുകൂടി എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല, ഇതിനെ തടയാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല? ഇതിൻ്റെ അർത്ഥം സംസ്ഥാന സർക്കാരും EDക്കെതിരായിട്ടുള്ള അക്രമത്തിന് മൗനാനുവാദം നൽകി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് CPM ഇപ്പോൾ അക്രമം നടത്താൻ കാരണം, അവർക്ക് ലക്ഷ്യം, അവർക്ക് എങ്ങനെയായാലും കേന്ദ്ര സേനയെ കൊണ്ട് ഒരു വെടിവെയ്പ്പ് നടത്തിയാൽ അവർക്ക് കുറേ രക്തസാക്ഷികളെ കിട്ടും. ആ ഉദ്ദേശത്തിൽ തന്നെയാണ് അവർ ഇവിടെ പ്രവർത്തകരെ കൊണ്ട് അവിടെ അക്രമം അഴിച്ചു പിടിച്ചത്. നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് അവർ അക്രമം നടത്തിയത്. എന്തായാലും നേതാക്കന്മാർക്കൊന്നും പറ്റുകയില്ല, ഒരു വെടിവെപ്പുണ്ടായാലും നേതാക്കൾക്കൊന്നും പറ്റുകയില്ല എന്നറിയാം. കുറേ അണികൾ, സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ കൊല്ലപ്പെടും. കൂത്തുപറമ്പിൽ നടന്നതുപോലെ തന്നെ കൊല്ലപ്പെടുമ്പോൾ രക്തസാക്ഷികളെ കുറേ പേരെ അവർക്ക് സൃഷ്ടിച്ചെടുക്കാം പാർട്ടിക്ക്. അതിൻ്റെ പേരിൽ കുറേ ഫണ്ട് പിരിച്ച് കോടികൾ അടിച്ചു മാറ്റാൻ, ഇതൊക്കെ അവരുടെ ലക്ഷ്യം.
അത് വെച്ച് ജനങ്ങളുടെ ഇടയ്ക്ക് ഇത് വെച്ചിട്ടൊരു കലാപം തന്നെ നടത്താം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവർ ചെയ്തത്. പക്ഷേ കേന്ദ്ര സേന സംയമനം പാലിച്ചതുകൊണ്ട് CPM-ൻ്റെ ഈ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ ആ ഒരു പ്ലാനും പദ്ധതിയുമാണ് പാളിപ്പോയത്. പക്ഷേ കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് അത് ബംഗാളിൽ മമതാ ബാനർജി കാണിച്ചതിൻ്റെ സമാനമായ നടപടിയാണ് തിരുവനന്തപുരത്ത് നടന്നത്. ഇത് ശരിയായി നമുക്ക് ഈ തരുന്ന സന്ദേശം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം നേരിട്ട് പണമൊന്നും മേടിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകളെ കൊണ്ട് ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കിച്ചു. അതിൻ്റെ ഏത് അഡ്രസ്സിലായിരുന്നു രജിസ്റ്റർ ചെയ്തത്? AKG സെൻറ്റർ ആയിരുന്നു അതിൻ്റെ അഡ്രസ്സ്, ഈ കടലാസ് കമ്പനിയുടെ, വ്യാജ കമ്പനിയുടെ. അതിൻ്റെ നേതൃത്വത്തിലാണ്, അതിൽ കൂടിയാണ് പിണറായി വിജയൻ ഈ അഴിമതി പണം ഒക്കെ ഈ കർത്തായിൽ നിന്ന്, CMR-ൽ നിന്ന് സ്വീകരിച്ചത്. ഇത് കാരണം പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടന്നു. ഇനിയും ഇതിൻ്റെ രജിസ്റ്റർ ചെയ്ത അഡ്രസ് ഇന്ന AKG സെൻറ്റർ ആയതുകൊണ്ട് അവിടെ ഇനിയും റെയ്ഡ് നടക്കേണ്ടി വരും. എന്ന് വെച്ചാൽ പാർട്ടിയുടെ ആസ്ഥാനം എന്നുള്ള നിലയ്ക്ക്, സംസ്ഥാനത്തെ ആസ്ഥാനം എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അവിടെ ED-യോ പോലീസോ ചെല്ലത്തില്ല എന്നുള്ള ഒരു വിശ്വാസം അവർക്കുള്ളത് കൊണ്ട് പല രേഖകളും അവിടെ AKG സെൻറ്ററിലായിരിക്കും സൂക്ഷിക്കുന്നത്. പക്ഷേ ED എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ നിയന്ത്രണത്തിലല്ല, കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് ED അവരുടെ ഈ AKG സെൻറ്ററിൽ കയറി പരിശോധിക്കുമോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം അവരിങ്ങനെ അക്രമം അഴിച്ചുവിട്ട് കേരളത്തിൽ മാത്രം. ഇപ്പം പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിൽ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കാണിച്ചു, ഇനി AKG സെൻറ്ററിലോട്ട് നിങ്ങൾ അന്വേഷണത്തിന് വന്നാൽ ഞങ്ങൾ നിങ്ങളെ വെച്ചു പൊറിപ്പിക്കത്തില്ല എന്നുള്ള ഒരു സൂചന നൽകുന്നതിന് വേണ്ടിയാ അല്ലേ ഇപ്പോൾ ഈ കാണിച്ച അക്രമം? ഈ ഉദ്യോഗസ്ഥരെ വധിക്കാൻ CPM ജനറൽ സെക്രട്ടറി ഈ MA ബേബിയുടെയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെയും മുൻ മന്ത്രിമാരുടെയും സംസ്ഥാന നേതാക്കന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യവും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത് തികച്ചും എന്താണ് പറയുക, ചൈനയിൽ എന്താണോ CPM-നെ എതിർക്കുന്നവരുടെ നേരെ നടത്തുന്ന അതിക്രമം, നമ്മൾ പണ്ട് തിയാനൻമെൻ സ്ക്വയറിൽ കണ്ടതാണ്. ജനാധിപത്യം വേണം എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ച ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ മുകളിൽ കൂടി ടാങ്ക് ഓടിച്ചു കയറ്റി അവരെ കൊല്ലുകയായിരുന്നു ചെയ്ത് എന്ന് പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലും തങ്ങൾക്കെതിരെ നടപടിയെടുത്താൽ, തങ്ങൾ എന്ത് കള്ളത്തരം കാണിച്ചാലും, എന്ത് അഴിമതി കാണിച്ചാലും, ഖജനാവ് കട്ടുമുടിച്ചാലും, രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാലും അതിനെതിരെ അന്വേഷണം നടത്തിയാൽ ഞങ്ങൾ അത് വെച്ചു പൊറിപ്പിക്കത്തില്ല. അതിനന്വേഷിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരുടെ ജീവൻ തന്നെ ഞങ്ങൾ ഇങ്ങെടുക്കും. അവരെ വധിക്കാൻ, കൊല്ലാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് മേലിൽ ഇത്തരം നടപടിയുമായിട്ട് മുന്നോട്ട് വരരുത് എന്നുള്ള ഒരു അപായ സൂചന നൽകുന്നതിന് വേണ്ടിയല്ലേ, അങ്ങനെ ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടി തന്നെയാണ് CPM ഇത്തരം അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇതെങ്ങനെ വിട്ടു കൊടുക്കാൻ പാടില്ല. പിണറായി വിജയനെന്നല്ല, MA ബേബി അല്ല, MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ എല്ലാ നേതാക്കന്മാർക്കെതിരെയും ഈ അക്രമത്തിന്, ഈ ED-യെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിച്ച നേതൃത്വം നൽകിയ ഈ നേതാക്കന്മാരുടെ എല്ലാം എതിരെ ഉണ്ടാകേണ്ടത് എന്നുള്ളത് കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ട. ആ രീതിയിൽ തന്നെ വേണം നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ. അല്ല എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ ഈ CPM കാട്ടിക്കൂട്ടാൻ പോകുന്ന അക്രമ പരമ്പരയെ തടുത്തു നിർത്താൻ കഴിയുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ അടിച്ചൊതുക്കിയ മാതിരി തന്നെ കേരളത്തിലും ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരത അടിച്ചൊതുക്കേണ്ട അവസ്ഥ സൃഷ്ടിക്കാനാണ് ഈ പിണറായി വിജയനും CPM-ഉം MA ബേബിയും MV ഗോവിന്ദനും ഉൾപ്പെടെയുള്ളവർ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇന്നത്തെ ഈ അക്രമ സംഭവം നമ്മളുടെ മുന്നിൽ കാണിച്ചു തരുന്നത്.